നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ഉന്നതർവനാമിസിഹാനാഥം മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഹൃദയം നുറുങ്ങുന്ന വേദന കടിച്ചമർത്തി പ്രിയപ്പെട്ട ഡാഡിക്ക് അന്ത്യചുംബനമേകി ഷൈൻ ടോം. ഉള്ളുലയ്ക്കുന്ന വിടപറച്ചിലിന് കണ്ണീർ സാക്ഷിയായി നൂറുകണക്കിന് പേർ. പ്രിയതമനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സ്ട്രെച്ചറിലെത്തി ഭാര്യ മരിയ. മുണ്ടൂരിലെ വസതിയിൽ സങ്കട പെരുമഴ. പരിശുദ്ധ കർമ്മലമാതാ ദേവാലയ സെമിത്തേരിയായ പുനരുദ്ധാന പൂന്തോട്ടത്തിൽ CP ചാക്കോയ്ക്ക് അന്ത്യവിശ്രമം. ഷൈനും മാതാവും ആശുപത്രിയിലേക്ക് മടങ്ങി. ഷൈൻ ടോം ചാക്കോയുടെ പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ മുണ്ടൂരിലെത്തിയത് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള നൂറുകണക്കിന് പേർ. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന് വേണ്ടി സേവ്യാർ ചിറ്റിലപ്പിള്ളി MLA-യും സിനിമാ സംഘടനയായ അമ്മയ്ക്ക് വേണ്ടി ടിനി ടോമും ഹൻസിഭയും പുഷ്പചക്രം അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് മുണ്ടൂർ കർമ്മലമാതാ പള്ളി വികാരി ഫാദർ ബാബു അപ്പാടനും മുൻ വികാരിമാരും. കാട്ടുപന്നികൾ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ. ആനകളും കടുവകളുമൊക്കെ സംരക്ഷിത പട്ടികയിൽ തുടരും. കേരളം മുന്നോട്ട് വെച്ച 2 ആവശ്യങ്ങളും അംഗീകരിക്കില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. ജീവനും സ്വത്തിനും ഭീഷണിയായാൽ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തീരുമാനമെടുക്കാം. നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാർ എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച കനത്ത മഴ. പൂമല ഡാം ജലവിധാനം പരമാവധിയിലെത്തി. ഡാം ഷട്ടറുകൾ മലവായ് തോട്ടിലേക്ക് തുറന്നുവിട്ടു. 3 ഷട്ടറുകൾ 2 ഷട്ടറുകളാണ് 1 സെന്റിമീറ്റർ വീതം തുറന്നത്. വാഴാനി ഡാം ചൊവ്വാഴ്ച പുഴയിലേക്ക് തുറക്കും. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡാം തുറക്കുന്നത്. കാലത്ത് 6 മണി മുതൽ വൈകിട്ട് 6 വരെയുള്ള സമയങ്ങളിലാണ് അധിക ജലം പുഴയിലേക്ക് ഒഴുക്കുക. നടപടി റൂൾ കർവ് നിലനിർത്താൻ. അക്കാദമിക് പ്രതിഭകൾക്ക് ആദരമൊരുക്കി മുണ്ടത്തിക്കോട് കുണ്ടുപറമ്പ് നവോദയ ക്ലബ്ബ്. SSLC +2 വിജയികളെ ആദരിച്ചു. കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൈമാറി. തോളൂർ ഐനിക്കാട് യുവകലാവേദിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കേസുകൾ രാജ്യത്ത് വീണ്ടും ആശങ്കയായി ഉയരുന്നു. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 769 പുതിയ കേസുകൾ കൂടി. കോവിഡ് ബാധിതരുടെ എണ്ണം 6000 കടന്നു. 6 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ കേരളത്തിൽ തന്നെ. 1915 പേർക്ക് രോഗബാധ. വഴിയിൽ നിന്ന് വീണ് കിട്ടിയ സ്വർണ്ണ കൈച്ചെയ്യൻ മാതാപിതാക്കളെ ഏൽപ്പിച്ച് 7 വയസ്സുകാരി അനിക. ഉടമയ്ക്ക് തിരിച്ചു നൽകാൻ വഴിയൊരുക്കി ദമ്പതികളായ രേഖയും പ്രതീഷും. കുടുംബത്തിന്റെ സത്യസന്ധതയിൽ കുമ്പളങ്ങാട് സ്വദേശിനി മാളവികയ്ക്ക് തിരിച്ചു ലഭിച്ചത് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ 1 പവൻ സ്വർണം. അനികയ്ക്കും മാതാപിതാക്കൾക്കും അഭിനന്ദന പ്രവാഹം. സംസ്ഥാനത്ത് കാലവർഷം ആരംഭിച്ചിട്ടും മഴക്കുറവിന്റെ പിടിയിൽ കേരളം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ജൂൺ 1 മുതൽ 7 വരെ കേരളത്തിൽ കുറഞ്ഞത് 67% മഴ. ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുമെന്ന് റിപ്പോർട്ട്. എല്ലാ ജില്ലകളിലും സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യത. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റേതാണ് അറിയിപ്പ്. പീച്ചി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും കാൽവഴുതി വീണ് ചികിത്സയിലായിരുന്ന യുവാവ് മരണമടഞ്ഞു. വടൂക്കര സ്വദേശി ഷഹബാണ് ദുരന്തത്തിനിരയായത്. നിയന്ത്രിത മേഖലയിൽ നിന്ന് കാൽവഴുതി വീണായിരുന്നു അപകടം. മരണത്തിന് കീഴടങ്ങിയത് തിങ്കളാഴ്ച കാലത്ത്.
കുട്ടിയാകത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ 43-കാരൻ പോലീസ് പിടിയിൽ. പെരുമ്പിലാവ് സ്വദേശി റഷീദാണ് കുന്നംകുളം പോലീസിന്റെ പിടിയിലായത്. 15-കാരിയെ പീഡിപ്പിച്ചത് പ്രതിയുടെ വാഹനത്തിൽ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി. കേരള തീരത്ത് കപ്പലിന് തീപിടിച്ചു. MV വാൻഖായ് 503 എന്ന ചരക്ക് കപ്പലിലാണ് പൊട്ടിത്തെറിയും അഗ്നിബാധയും. ബേപ്പൂരിൽ നിന്ന് 58 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം. 22 കപ്പൽ ജീവനക്കാരിൽ 18 പേരെ രക്ഷപ്പെടുത്തി. മുങ്ങിപ്പോയ കപ്പലിലെ കണ്ടെയ്നറുകളും അവയിലെ രാസവസ്തുക്കളും വലിയ ആശങ്ക പരത്തുന്നതിനിടെയാണ് വീണ്ടും കപ്പൽ അപകടം. മത്സ്യമേഖലയിൽ കടുത്ത പ്രതിസന്ധി. 52 ദിനം ട്രോളിംഗ് നിരോധന കാലം. മത്സ്യവില കുതിച്ചുയരാൻ സാധ്യത.